ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് കൊച്ചടുക്കളയിൽ വന്നതിൻ്റെ ഒരു പ്രധാന കാര്യം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡയറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പാറ്റേൺ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സെഡൻറ്ററി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീണ്ടും തടി കൂടാനാണ് സാധ്യത. അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു 5 കിലോ എങ്കിലും കുറയണം എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, 5 to 6 മാക്സിമം. അപ്പോൾ അതിലൊരു 4 കിലോ ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം 3 ആഴ്ച തന്നെ എടുത്തില്ല, ഏകദേശമൊക്കെ കുറഞ്ഞു. 3.5 കിലോ കുറഞ്ഞു. പിന്നെ ഒരു കുറച്ച് പക്ഷേ ഒരുപാട് പേര് ആ കമൻറ്റായിട്ട് കുറേ പേര് പറഞ്ഞു ഒറ്റയടിക്ക് 8 കിലോ 7 കിലോ ഒക്കെ ഒരു മാസം കുറയുന്നത് ബോഡിക്ക് നല്ലതല്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ച മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അൺഹെൽത്തി വേ ഓഫ് വെയിറ്റ് ലോസ് അല്ല, ഒരു വളരെ ഹെൽത്തി വേ ഓഫ് വെയിറ്റ് ലോസ് ആണ്. അത് ഒറ്റയടിക്ക് 7-8 കിലോ ഒന്നും ഒരു മാസത്തിൽ കുറയുന്നില്ല. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു 4 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ വളരെ സ്ലോ ആയിട്ട് ഒരു ദിവസം ഒരു 150 ഗ്രാം വെച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും പിന്നീട് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഒരു 2-3 ആഴ്ച കൊണ്ടായിരിക്കും മേ ബി ഒരു 1 kg കുറയുന്നത്. ഒരു മാസം കൊണ്ട് മാക്സിമം 5 kg ആയിരിക്കും ചിലപ്പോൾ കുറഞ്ഞ് കിട്ടുന്നത്. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ആവശ്യമില്ലാത്തൊരു ഭയങ്കര ഒരു ദുർമേധസ് തോന്നുന്ന രീതിയിലുള്ള ആ ഒരു തടി അങ്ങോട്ട് കുറഞ്ഞിട്ട് കുറച്ചുകൂടെ ടോൺഡ് ആവും. നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ലോസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്കൊരു ടോണിങ് ഉണ്ടാവും ബോഡിക്ക്. മൊത്തത്തിലൊരു ആളൊന്ന് ചുരുങ്ങും. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും, സ്കിന്നൊക്കെ നന്നായിരിക്കും, നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന ഡയറ്റാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടാകും. ഏത് കാര്യവും നമ്മൾ അമിതമായാൽ തെറ്റാണ്. പ്രോട്ടീൻ ആണെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ ആയി കഴിഞ്ഞാൽ അത് നല്ലതല്ല. അതുപോലെ തന്നെ ഫാറ്റ് ആണെങ്കിൽ ഹെൽത്തി ഫാറ്റ് കഴിക്കുക. പിന്നെ അതും വേണ്ടാന്ന് വെക്കേണ്ട, ഫാറ്റ് വേണം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഫൈബർ റിച്ച് ആയിട്ടുള്ള, അപ്പോൾ 50% ഫൈബർ തന്നെ നമ്മുടെ ശരീരത്തിൽ കയറണം. അതൊരു 100 ഗ്രാമിൻ്റെ കാര്യം കഴിക്കുമ്പോൾ 50 ഗ്രാംസും ഫൈബർ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു രീതി. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാം, അങ്ങനെയല്ല ഫ്രൂട്ട്സ്. പിന്നെ ആഡഡ് ഷുഗർ ഒന്നും കഴിക്കേണ്ട. പിന്നെ ഹെൽത്തി ഫാറ്റിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ കഴിക്കാം, നല്ല റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ. കാർബ് വളരെ 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 കുറയ്ക്കുക. അങ്ങനെ പിന്നെ നമ്മുടെ ഡയറ്റിൻ്റെ കൂട്ടത്തിൽ മില്ലറ്റ്സ് ഉപയോഗിക്കുക. അതായത് ചെറുധാന്യങ്ങളൊക്കെ നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഒരു നേരം വേണമെങ്കിൽ ആകാം മില്ലറ്റ്സ്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം ഒരു നേരം മില്ലറ്റ്സ് കഴിക്കാം. മില്ലറ്റ്സിൻ്റെ എന്തെങ്കിലും ഒരു വിഭവം. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്താൽ, അപ്പോൾ ഞാൻ അന്ന് കാണിച്ച ഡയറ്റ് അനുസരിച്ച് എല്ലാ ദിവസവും നമ്മൾ ഒരേ പാറ്റേണിൽ കഴിക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മാറി മാറി പലതരം റെസിപ്പീസ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ മറ്റൊരു ഡയറ്റ്, ആ സെയിം ഡയറ്റിൻ്റെ തന്നെ മറ്റൊരു മെനു ആണ് ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണം. അതിന് ഒരു കാര്യം പ്രധാനമാണ്, ഞാൻ അന്ന് പറയാതെ പോയൊരു കാര്യമാണ്. ഒരുപാട് നട്ട്സ്, സീഡ്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. അതെല്ലാം നല്ല ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് ബയോട്ടിൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, മുടിയൊക്കെ വളരാനും മുടി പൊഴിച്ചിൽ പോകാനും. അപ്പോൾ ആ ബയോട്ടിൻ പൗഡർ തന്നെയാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബയോട്ടിൻ പൗഡർ, അതിനകത്ത് omega-3 അംശം ധാരാളമായിട്ട് വരും. അപ്പോൾ പ്രധാനപ്പെട്ട സീഡ്സും നട്ട്സും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതേ നോക്കിക്കോളൂ, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം ഉണ്ടാക്കാം. ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ അത് റെഡിയാണ്. നമ്മുടെ പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ ബയോട്ടിൻ പൗഡർ റെഡിയാകും. അപ്പോൾ ഞാൻ എൻ്റെ പൊടി വീണ്ടും ആദ്യം തൊട്ട് പൊടിച്ച് കാണിക്കാൻ പോവുകയാണ്. ഇത് നമ്മളുടെ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് എൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഫ്ലാക്സ് സീഡ്, ഇത് നമ്മുടെ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്സ്, പിന്നെ അതുപോലെ വാൾനട്ട്സ്. ഇതിൻ്റെ ഒരു ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ആൽമണ്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഒന്ന് പൗഡർ ആക്കാൻ പോകുന്നത്. അതിന് മുമ്പേ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നു. അതാദ്യം ചെയ്യാം. അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ച് കഴിഞ്ഞു. ഫ്ലാക്സ് സീഡ് ഞാൻ വറുക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനകത്ത് ചേർത്തിട്ട് ഫൈനലായിട്ട് പൊടിക്കുന്ന സമയം ചേർക്കാം. അങ്ങനെ മൂപ്പിച്ചെടുക്കുമൊന്നുമല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊരു ഡ്രൈ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യുന്നു. കഴിഞ്ഞു. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. പക്ഷേ ആൽമണ്ട്സൊക്കെ ഒന്നുകിൽ കുതിർത്ത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ വാൾനട്ട്സൊക്കെ ആ ഒരു ചെറിയൊരു റോ ടേസ്റ്റ് മാറിക്കിട്ടുകയും ചെയ്യും. ഇത്രയും മതി, ഒരുപാട് മൂപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സ്മോൾ ഫ്രൈ. ഇനി ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ ഞാൻ വറുക്കുന്നൊന്നുമില്ല, ഫ്ലാക്സ് സീഡും കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഈ ഫ്ലാക്സ് സീഡിൻ്റെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും 250 ഗ്രാം വെച്ചാണ് എടുത്തേക്കുന്നത്. 250 ഗ്രാംസാണ് എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് തണുത്തിട്ട്
മിക്സിയിൽ ഇതിപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ പൊടിക്കാൻ പറ്റില്ല, ഒരു 3 പ്രാവശ്യമായിട്ടിട്ട് പൊടിച്ച് മാറ്റാം. തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഫ്ലാക്സ് സീഡും കൂടി ചേർക്കും. അപ്പോൾ എല്ലാമല്ലോ, എല്ലാ കാര്യങ്ങളും റെഡി. ഇനി ഇത് പൗഡറിങ് ആണ് അടുത്ത സ്റ്റെപ്പ്, പൊടിച്ചെടുക്കാം. ഏറ്റവും ഗുണമുള്ളൊരു പൗഡറായിട്ട് വരും. ഇതൊരു ബയോട്ടിൻ പൗഡർ എന്ന് തന്നെ പറയാം. പ്രോട്ടീൻ റിച്ച് ആണ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, പൊടിക്കാൻ പോകണം. അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ പ്ലേറ്റ്സിൽ ഞാൻ തണുക്കാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ 4 പ്രാവശ്യമായിട്ടിട്ട് തന്നെ പൊടിച്ചെടുക്കും. എന്ത് പെട്ടെന്നാണ് നോക്കി പൗഡർ ഫോമിലേക്കാകുന്നത്. ഒരുപാട് പൊടിക്കാൻ, ഇനി കൂടുതൽ അങ്ങോട്ട് പൊടിക്കരുത്, കാരണം അത് ഓയിലൊക്കെ ഇറങ്ങി വരും. കാര്യം എല്ലാത്തിലും ഓയിൽ കണ്ടൻ്റ് ഉള്ള സീഡ്സും നട്ട്സും ഒക്കെയാണ്. ജസ്റ്റ് ഒരടി കൂടി അടിച്ചിട്ട് നിർത്താം. ഓക്കെ, മതി. അത്യാവശ്യം നന്നായിട്ട് ഫൈനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ സ്മൂത്തിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ അതോടൊപ്പം അരഞ്ഞ് ചേരുമല്ലോ. പിന്നെ ഇത് അല്ലാണ്ട് നമുക്ക് സാലഡ്സിലൊക്കെ വെറുതെ ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇതൊരു ഫസ്റ്റ് ലോട്ടായിട്ടുള്ളൂ. ഇനി ബാക്കി ഒരു 3 പ്രാവശ്യം പൊടിക്കാനുള്ളതുണ്ട്. ലാസ്റ്റ് ലോട്ടും പൊടിച്ച് കഴിഞ്ഞു. നോക്കി എന്തോരം ഉണ്ടെന്ന് നോക്കി. ഏകദേശം 1.5 കിലോയുടെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പൊടിച്ച് വന്നപ്പോൾ ആ 1.5 കിലോയുടെ തന്നെ ക്വാണ്ടിറ്റി ഇത്രയുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽത്തി ഫുഡ്. ബയോട്ടിൻ പൗഡർ, ഫുൾ ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, നീ പറയാനൊന്നും ബാക്കിയില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഒമേഗ 3, പിന്നെ ഫാറ്റി ആസിഡ്സ്, അതായത് ഹെൽത്തി ഫാറ്റിനുള്ള കാര്യങ്ങളും പ്രോട്ടീനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇത് അല്പം ഒന്ന് തണുക്കട്ടെ. അതിപ്പോൾ പൊടിച്ചെടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യണം. പിന്നെ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് വലിയ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുക. ആവശ്യമുള്ളത് മാത്രം ഒരു ചെറിയ ബോട്ടിൽ പുറത്ത് വയ്ക്കിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലേക്ക് ആവശ്യാനുസരണം നമ്മൾ ചെറിയ ബോട്ടിൽ തീരുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും നല്ലത്. നമ്മുടെ സൂപ്പർ റിച്ച് ഫുഡ് റെഡി ആയി കഴിഞ്ഞു. ഇതിൽ പരം വേറെ ഒന്നുമില്ല കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. ഇത് ഏതെങ്കിലും ഒരു ഫോമിൽ 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മാക്സിമം ആകാം. അത്രയും മതി, ഒരു നേരം കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്മൂത്തി ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ അതിൽ ചേർക്കാം, അല്ലെങ്കിൽ സാലഡിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇളക്കി കഴിച്ചാലും മതി. അല്ലെങ്കിൽ വെറുതെ പൗഡർ ഫോമിൽ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ യോഗേട്ടിൻ്റെ കൂടെ വെറുതെ മിക്സ് ചെയ്തുവാണെങ്കിലും കഴിക്കാം. വെജിറ്റബിൾ സാലഡിൻ്റെ കൂടെ യോഗേട്ടും ഈ പൗഡറും കൂടി ചേർത്തിട്ട് കഴിക്കാം, നമ്മുടെ ബയോട്ടിൻ പൗഡർ. അപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ, ഇപ്പോൾ ഞാൻ സാധാരണയായിട്ട് എൻ്റെ ഫസ്റ്റ് ഫുഡെന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കുന്നത് 1 ഗ്ലാസ് ജീരക വെള്ളത്തിൽ ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട്, അതാണ് എൻ്റെ ആദ്യത്തെ ഫുഡ്. അപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30ക്കാണ് ഞാൻ എൻ്റെ ഡയറ്റ് എൻ്റെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എൻ്റെ ഫാസ്റ്റിംഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നാരങ്ങ ഒഴിച്ചിട്ട് ജീരകവെള്ളം കുടിക്കും. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടായിരിക്കും, അതായത് ചിലപ്പോൾ അരമണിക്കൂർ വരെ സമയം ഉള്ളതുപോലെ കഴിഞ്ഞിട്ടായിരിക്കും ആദ്യത്തെ ഫുഡ്. 1 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു, തിള വരാൻ തുടങ്ങുന്നു. 1 ടീസ്പൂൺ നല്ല ജീരകം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അരിച്ച ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റും. അല്പം തണുത്ത് കഴിഞ്ഞിട്ടാണ് ഒരു അരമുറി നാരങ്ങാനീരും കൂടി ചേർത്ത് കുടിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തിളച്ച് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി പാത്രത്തിൽ തന്നെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരല്പം സമയം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ജീരകമൊക്കെ താഴേക്ക് അടിഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടാണ് നാരങ്ങ നീര് ഒഴിക്കേണ്ടത്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഡ്രിങ്ക്. രാവിലെ ഫസ്റ്റ് വെറും വയറ്റിൽ ഞാനിതാണ് കുടിക്കുന്നത്. പിന്നെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. മരുന്ന് രാവിലെ വെറും വയറ്റിൽ മരുന്ന് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴിച്ചാലും മതിയാകും. ഇന്നത്തെ ഫുഡ് കംപ്ലീറ്റ് കാണിച്ചു പോകുന്നതുകൊണ്ട് ഓരോന്നായിട്ട് കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ടാവില്ല, ആ ഒരു ഓർഡറിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫുഡ് ഓഫ് ദ ഡേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്താ പറയുക, എൻ്റെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 16 മണിക്കൂർ ഫാസ്റ്റാണ് ഞാൻ. രാത്രി 8:30ക്കാണല്ലോ ഞാൻ ഫുഡ് ക്ലോസ് ചെയ്തത്, തലേ ദിവസം രാത്രി. അപ്പോൾ ഇന്നലെ രാത്രി, അപ്പോൾ ഇന്ന് ഞാൻ 12:30 തുടങ്ങുമ്പോൾ ഏകദേശം 16 മണിക്കൂർ കഴിഞ്ഞു. 8 hours ഓഫ് ഈറ്റിംഗ് ആൻഡ് 16 hours ഓഫ് ഫാസ്റ്റിംഗ്. അങ്ങനെ 24 മണിക്കൂർ കംപ്ലീറ്റ് ആകും. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് ഫുഡ് എപ്പോഴും നിറച്ച് ഫൈബറുള്ള വെജിറ്റബിൾ സാലഡ് കഴിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആ ഡയറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതനുസരിച്ചിട്ട് പല ദിവസവും പല രീതിയിലുള്ള വെജിറ്റബിൾ മിക്സിംഗ് ആണ്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഫുഡാണ് സാലഡ്. ഇത് പല രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം, പല കാര്യങ്ങൾ. ഇത് ലെറ്റ്യൂസ് ലീവ്സ് ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളും ആഡ് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ബീട്രൂട്ട് ചേർക്കുന്നില്ല. ഇതിപ്പോൾ വെള്ളരിക്കയുണ്ട്, സലാഡ് കുക്കുംബറാണ്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്, ആപ്പിളിന് പകരം പൈനാപ്പിൾ എടുത്തു, ഉള്ളിയുണ്ട്, സവാള, ക്യാരറ്റ്, പിന്നെ നാരങ്ങ. ടോട്ടലായിട്ട് ഒരു ദിവസം ഞാൻ ഒരു നാരങ്ങയുടെ നീര് കൺസ്യൂം ചെയ്യും. അര നാരങ്ങ രാവിലെ ജീരകവെള്ളത്തിൻ്റെ കൂടെ കഴിച്ചു, ആദ്യത്തെ ഫുഡായിട്ട്. ബാക്കി ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഇതിങ്ങനെ ഒരു മിക്സിംഗ് ആണ് ഇനി ചെയ്യാൻ പോണത്. നല്ലൊരു മിക്സിങ്. ഇനി ഇതിനകത്തോട്ട് നാരങ്ങ നീരൊഴിക്കുന്നു. അര നാരങ്ങയുടെ വലിയ നാരങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി. ഓക്കെ, പിന്നെ അതുപോലെ ഇത് അളവനുസരിച്ച് ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഉപ്പ്. ഇതിപ്പോൾ ഞാൻ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്, റോക്ക് സോൾട്ട്. അതൊക്കെ മിനിമം മതി, ഒരുപാട് വേണമെന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും പൈനാപ്പിളിൻ്റെ. ബാക്കിയെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് മാറും. നാരങ്ങയുടെ ഒരു പുളിയും പെപ്പർ പൗഡറിൻ്റെ ഒരു എരിവും സോൾട്ട് ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടി ചേർന്ന്, പിന്നെ ഒരു സവാളയുടെ ഒരു ക്രഞ്ചിനെസ്സും ക്യാരറ്റിൻ്റെയും ഒക്കെ കൂടി വന്നിട്ട്, പിന്നെന്താ പറയുക, വെള്ളരിക്കയുടെ ഒരു കൂളിംഗ് എഫക്റ്റും, അങ്ങനെ ഒരു നല്ല ഒന്നാന്തരം ഒരു സാലഡാണിത്. അപ്പോൾ ഇത് ധാരാളമായിട്ട് ഇതൊരു പാത്രം നിറച്ച് കഴിച്ച് കഴിയുമ്പോൾ വയറ് കുറേയൊക്കെ നിറയും നന്നായിട്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഫുൾ ക്യാരറ്റ് ഉണ്ട്, ഒരു ചെറുത്, ഒരു ചെറിയ കുക്കുംബറിൻ്റെ പകുതി ഉണ്ടായിരുന്നു, ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം, ഒരു വലിയൊരു പീസ്, ഒരു വലിയ സവാളയുടെ പകുതി. ഇത്രയാണ് ഞാൻ എടുത്തിരുന്നത്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഗ്രീൻ പാർട്ട് എന്നുള്ളത് പറഞ്ഞല്ലോ, ലീഫി ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ലെറ്റ്യൂസ് പോലെയോ അല്ലെങ്കിൽ ഈവൻ പാലൊക്കെ വേണമെങ്കിൽ, കെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ സാലഡിൻ്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യമാണ് കഴിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഗുഡ് ഫാറ്റും കൂടി ചേർക്കാൻ വേണമെങ്കിൽ, ഹെൽത്തി ഫാറ്റ് രണ്ടും കൂടി മിക്സ് ചെയ്ത് തന്നെ കഴിക്കാൻ വേണമെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഞാനൊരു സ്മൂത്തി ആയിട്ടാണ് ഇന്ന് കഴിക്കുന്നത്. ഞാൻ ലാസ്റ്റ് കാണിച്ച പ്ലാൻ 1-ലായിരുന്നെങ്കിൽ ഞാനത് യോഗേർട്ട് നമ്മുടെ സാലഡിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചു. പിന്നെ അത് ഞാൻ പ്രോട്ടീനായിട്ട് ഞാൻ മുതിര വേവിച്ച് ഹോസ് ഗ്രാം അത് താളിച്ച് അങ്ങനെയാണ് കഴിച്ചത്. ഇത് നോക്കിക്കോളൂ, ഇന്ന് സ്മൂത്തിയാണ് പകരം. ഇത് 1 കപ്പ് യോഗേർട്ടൊക്കെ വളരെ നല്ലതാണ് ഗട്ട് ഹെൽത്തിന്, പിന്നെ ഹെൽത്തി ഫാറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫ്രൂട്ട് എലിമെൻ്റായിട്ട് ഒരു പഴം. ഇതിപ്പോൾ ഒരു റോബസ്റ്റ പഴമാണ്, അത് ഏത് ചെറുപഴമാണെങ്കിലും ഓക്കെയാണ്. അതല്ല വേറെ ഏതെങ്കിലും ഫ്രൂട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല, സ്ട്രോബെറീസ് ആകാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മാംഗോ എന്തെങ്കിലും ഒരു സ്മൂത്തിയിൽ ഒരു ഫ്രൂട്ട് ഐറ്റം, ഒരു ഫ്രൂട്ടിൻ്റെ പ്രസൻസ്. ഇനി ഇതിനകത്തേക്ക് ചിയാ സീഡ് 1 ടേബിൾ സ്പൂൺ ഫുള്ള് നിറച്ചെടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം ചിയാ സീഡ്. ഇനി ഇത് നിങ്ങൾക്കൊരു ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആകാം കേട്ടോ, കുറച്ച് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും വളരെ ഹെൽത്തിയാണത്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബയോട്ടിൻ പൗഡർ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നട്ട്സ് ആൻഡ് സീഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ പൗഡറാണ്. അപ്പോൾ ഇതൊരു 1 ടേബിൾ സ്പൂൺ നിറച്ചിടാം. ഓക്കെ, 1.5 ടേബിൾ സ്പൂൺ വരെ ആയാലും കുഴപ്പമില്ല, 2 വരെയും ആകാം. പിന്നെ ഒരല്പം മധുരം അങ്ങനെ വേണമെന്നില്ല, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ്നർ എന്നുള്ള നിലയ്ക്ക് കുറച്ച് നമുക്ക് തേൻ ഉപയോഗിക്കാം. നല്ല തേനാണെങ്കിൽ ഒരല്പം തേനായാലും കുഴപ്പമില്ല, ഇല്ലാതെ ഉണ്ടാക്കിയാലും ഒരു പ്രശ്നമില്ല. പഴത്തിൻ്റെ സ്വീറ്റ്നെസ് മതിയെന്ന് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരല്പം തേനും കൂടി ചേർക്കും. 1 ടേബിൾ സ്പൂൺ ഹണി, ശുദ്ധമായ ഹണി തന്നെ ആകാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ സ്മൂത്തി ഈസ് റെഡി. അങ്ങനെ സൂപ്പർ ഫുഡായിട്ടുള്ള നമ്മുടെ സ്മൂത്തി ഈസ് റെഡി. ഇത് ഒരെണ്ണം കുടിച്ചാൽ മതി, ധാരാളം. പിന്നെ അത് എല്ലാ പോഷക കാര്യങ്ങളും ഉണ്ട്. എവറിത്തിങ് ഈസ് എന്താ പറയുക, ഹെൽത്തി ഫാറ്റ് ഉണ്ട്, പിന്നെ പറയാൻ എനിക്ക് വാക്കുകളില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്, ലോട്ട് ഓഫ് അതർ വൈറ്റമിൻസ്, എവറിത്തിങ്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇതും കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വേറെ പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലഞ്ച് എന്നുള്ള നിലയ്ക്ക് കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇന്നത്തെ ലഞ്ച്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികളും കാര്യങ്ങളും തന്നെയാണ്, പക്ഷേ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇതാണ് ആകെ
ഒരു കാർബായിട്ട് കാര്യമായിട്ട് കഴിക്കുന്നതെന്ന് പറയാം. ഇത്രയും ചോറ് ഇത് 2 സ്പൂൺ പോലും ഉണ്ടാവില്ല. ഇത് തന്നെ വേണമെന്നില്ല, കുറച്ച് കാർബെങ്കിലും കഴിക്കണം, ഒരു എനർജിക്ക് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ഇതിൻ്റെ പോലെ ഒരു ഗോതമ്പ് പുട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണമാകാം, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പുമാവാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മില്ലറ്റ് വെച്ചിട്ടുള്ള ഒരു പുലാവോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാവാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഓർ ഈവൻ ചപ്പാത്തി ആകാം. ഉച്ചയ്ക്കും ചപ്പാത്തി കഴിക്കുന്നവരുണ്ടല്ലോ. ഒരു സാലഡ് ഉണ്ടായിരുന്നു, പിന്നെന്താ പറയുക, ഒരു നല്ല അവിയൽ. ഇതൊക്കെ അധികം എണ്ണയൊന്നും ഇല്ലാതെ, ഇതിനൊന്നും എണ്ണയില്ലല്ലോ. ഇതിപ്പോൾ എണ്ണ എന്താ പറയുക, അവസാനമല്ലേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ, അത് ഒഴിക്കാണ്ട് എടുത്താൽ മതി. ഇത് ചെറു മീനാണ്, ചെറിയ ചെറിയ കുട്ടി കുട്ടി മീനുകളുണ്ടല്ലോ, പൊടി മീൻ, അത് നെത്തോലി, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് മിക്സ്ഡ്, ഇച്ചിരി തേങ്ങയിട്ടൊരു വറ്റിച്ചെടുത്തൊരു കാര്യം. ഇത്രേ ഉള്ളൂ. രസമുണ്ട്, വേണമെങ്കിൽ ഇച്ചിരി രസം കൂടി ഒഴിച്ച് കഴിക്കാം. ഇത്രയാണ് ഇപ്പോൾ കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ കൂടുതൽ വെജീസും ആൻഡ് വെരി ലിറ്റിൽ റൈസ് ഓർ കാർബ്. അങ്ങനെ ഇതാണ് അടുത്ത മീലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 3 മണിക്കകത്ത് ഇത്രയെല്ലാം കഴിച്ച് തീരുന്നു. ഓക്കെ, ഒരു 12:30 സ്റ്റാർട്ട് ചെയ്യുന്ന ജേണിയാണിത്. ഒരു 12 എന്താ പറയുക 2:30 ഒക്കെ ആകുമ്പോൾ തീരും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 4 മണിക്കായിരിക്കും പിന്നെ ഭക്ഷണം കഴിക്കുക. 4 മണിക്ക് ഒരു കരിക്കിൻ്റെ വെള്ളം കുടിക്കും, 4-4:30 ആകുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഉച്ചക്കലത്തെ മീൽസ് കണ്ടല്ലോ. ഇതാണ് ലഞ്ചായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ ലഞ്ചെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയതുകൊണ്ട് 12:30 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 2:30-3 മണിയോടുകൂടിയാണ് ഇത് സമാപിക്കുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ 4-4:30 ആകുമ്പോൾ കരിക്കിൻ്റെ വെള്ളവും കുടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് എല്ലാം തീരേണ്ടത് ഒരു 8:30-ക്കാണ്. അപ്പോൾ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതേ നോക്കിക്കോളൂ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പപ്പായ വളരെ നല്ലതാണ്. കുറച്ച് പപ്പായയും പിന്നെ കുറച്ച് മാതളം, പിന്നെ എന്തെങ്കിലും 2-3 ഫ്രൂട്ട് ഉള്ളതുപോലെ, മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയുടെ കഷ്ണങ്ങൾ, സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് എന്തായാലും. പിന്നെ ഇതിപ്പോൾ രാവിലത്തെ സാലഡിൻ്റെ കൂടെ ആപ്പിൾ കഴിക്കാത്തതുകൊണ്ട് ഒരു ദിവസം ഒരു ആപ്പിൾ എങ്ങനെയെങ്കിലും കഴിച്ചിരിക്കുക. ഇത് സാലഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു കട്ട് ഫ്രൂട്ടായിട്ട് എങ്ങനെയെങ്കിലും ഒരു ആപ്പിളിൻ്റെ പകുതി എടുത്ത്. അപ്പോൾ ഇത്രയെല്ലാം കൂടി ചേർത്തിട്ടൊരു 5-5:30 ആകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഇത്രയും കഴിക്കും. അപ്പോൾ അത്രയും നല്ലതല്ല. അപ്പോൾ അത്രയും ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നു, ഇത്രയും വെജിറ്റബിൾസ് കഴിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഡയറ്റ് എന്ന് പറയാൻ പറ്റും. ഭയങ്കര ഹെൽത്തി വേ ഓഫ് വെയിറ്റ് ലോസ് അല്ലേ നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്ത് പോകണേ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക, ഒരു 2 മണിക്കൂറിൻ്റെ സമയമുണ്ട്. ഇപ്പോൾ ഒരു 5:30 ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ 6:30, 7:30, 8:30 3 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനുള്ള വിശപ്പെല്ലാം ബൈ ദ ടൈം വരും. അത് കഴിഞ്ഞാൽ ഒരു 7:30 നമ്മൾ വീണ്ടും 7:30 ആദ്യം സാലഡ് കഴിക്കും. എഗെയിൻ വെജിറ്റബിൾ സാലഡ്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് വൈകുന്നേരം കഴിക്കുന്ന സാലഡ്. ഒരു എന്താ പറയുക, ഒരു 6:30 കഴിക്കാൻ വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് നാരങ്ങ, ഒരു വലിയ നാരങ്ങ ആയതുകൊണ്ട് അതിൻ്റെ 1/4, അതല്ലാന്നുണ്ടെങ്കിൽ അര നാരങ്ങ നീര്, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഇന്ദുപ്പ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. നോർമൽ കുക്കിങ്ങിന് സാധാരണ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഇന്ദുപ്പ് അഥവാ റോക്ക് സോൾട്ട് ഉപയോഗിക്കണം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നു. അപ്പോൾ എനിക്ക് ബീറ്റ്റൂട്ട് കുഴപ്പമില്ല, റോ ആയിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഒരു കോമ്പിനേഷൻ. ആ സാലഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും എല്ലാം വരുന്നത്, ഞാൻ സാധാരണയായിട്ട് ഒരു മുട്ട, അതൊരു ഓംലെറ്റ് ആകാം, അതല്ലെങ്കിൽ ഒരു സ്ക്രാമ്പിൾ എങ്ങനെയെങ്കിലും, പിന്നെ ഒരു ചപ്പാത്തിയോ ഏതെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് ദോശയോ അതല്ലെങ്കിൽ റാഗി ദോശയോ എന്തെങ്കിലും ഒരു കാര്യം, പിന്നെ ഒരു കഷ്ണം ചീസ്. ചില ദിവസങ്ങളിൽ കഴിക്കും, ചില ദിവസങ്ങളിൽ കഴിക്കില്ല. ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ലാസ്റ്റ് മീൽ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെജിറ്റബിൾ സാലഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ വേറെ അറിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ കുറവാണ്, നമുക്ക് വിശപ്പ് കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ 8:30 ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും രാവിലെ മുതൽ ഈ ഒരു 12:30 ടു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും വാട്ടർ കുടിക്കാം കേട്ടോ. ഏത് സമയത്ത് വേണമെങ്കിലും വെള്ളം കുടിക്കാം. രാവിലെ തന്നെ നമുക്ക് വെള്ളം കുടിക്കാം. ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ കഴിക്കാം വേണമെന്നുള്ളവർക്ക്, കോഫി കുടിക്കുന്നവർക്ക്. പിന്നെ ബ്ലാക്ക് ടീ കഴിക്കുന്നവർക്കും കഴിക്കാം വിത്തൗട്ട് ഷുഗർ ആൻഡ് മിൽക്ക്, അതാവാം പ്ലെയിൻ വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയരുത്. ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കണം എന്നാണ്. എനിക്ക് അത്രത്തോളം പറ്റുന്നില്ല, പക്ഷേ 1 ലിറ്റർ ഒരു വിധമൊക്കെ ഞാൻ കുടിച്ച് തീർക്കും എന്ന് പറയാം. പക്ഷേ 2 ലിറ്റർ പറ്റുന്നില്ല, അത്രയും വരെ കൊണ്ടുപോയാൽ നല്ലത്. അപ്പോൾ റാഗി ദോശയ്ക്ക് 1 കപ്പ് റാഗിയുടെ പൗഡർ എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ കൂരകിൻ്റെ പൊടി. ഇനി കുറച്ച് മോര് ഉപയോഗിച്ചിട്ടാണ് കലക്കുന്നത്, മോരും. അപ്പോൾ ചെറിയൊരു പുളി കിട്ടുമല്ലോ. പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ നമുക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിടാം, അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല, ഞാൻ വേറെ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിക്കോളൂ, കണ്ടോളൂ. കുറച്ച് മോരെടുത്തിട്ട് നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കപ്പ് മോര് ഉപയോഗിക്കേണ്ടി വരും, ഏകദേശം ദോശയുടെ മാവിൻ്റെ ഒരു പാകത്തിന്.
ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നവരെ മൂരുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇവിടെ ഇന്ദുപ്പാണ് ചേർക്കുന്നത്. ചെറുതായി അരിഞ്ഞ സവാളയോ പച്ചമുളകോ മല്ലിയില അങ്ങനത്തെ കുറേ ഇലകൾ, വേറെ എന്തെങ്കിലും പാലക്ക് ലീവ്സ് എല്ലാം വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാം. ചീരയില എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം നമുക്ക് മുട്ടയുടെ സ്ക്രാമ്പിളും കൂടി ഉണ്ടാക്കാം. ഒരല്പം എണ്ണ, അതിന് പകരം വെണ്ണയിലും ചെയ്യാം. പക്ഷെ നമ്മൾ ചീസൊക്കെ ഇനി കഴിക്കുന്നുള്ളത് കൊണ്ട് അധികം വേണ്ട. ഇനി ടു മച്ച് ഓഫ് ഹെൽത്തി ഫാറ്റ് വേണ്ട. നെയ്യെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. പക്ഷെ മുട്ടയും നെയ്യും കൂടി അത്രയും ചേർന്ന് പോകില്ലല്ലോ. ഓക്കെ, കുറച്ചെണ്ണ മതി. ഒരു മുട്ട ഞാനിപ്പോൾ ഡയറക്റ്റായിട്ടാണ് ഇങ്ങനെ സ്ക്രാമ്പിൾഡ് മിക്സ് ചെയ്യുന്നത്. ഒരല്പം ഉപ്പ് ചേർക്കാം, വെരി ലിറ്റിൽ. ഉപ്പിൻ്റെ ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കും. ഇതിൽ പെപ്പർ പൗഡർ അല്ലെങ്കിൽ പച്ചമുളക് എന്ത് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരല്പം മുളക് പൊടി ചേർക്കുന്നു. നമ്മുടെ സ്ക്രാമ്പിൾ ഗെറ്റിംഗ് റെഡി. ഇതിലേക്ക് ചീസിൻ്റെ ഒരു ക്യൂബ് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ഇടാം. ഞാനൊരു വെറുതെ ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ. ആ ഒരു ചൂടിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് മെൽറ്റാകും. പിന്നെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു സവാളയും കൂടി വേണമെങ്കിലും അരിഞ്ഞിടാം. അങ്ങനെ ഭയങ്കരമായിട്ട് മെൽറ്റ് ചെയ്യുന്ന ടൈപ്പ് ചീസല്ല, ഇത് ചീസ് ക്യൂബാണ്. ചെഡാറോ മോസറല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാൽ അത് മെൽറ്റായി വരും. ഇത് വിഷയമില്ല. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ കിടക്കും. അപ്പോൾ മുട്ടയുടെ പീസസ് കഴിക്കുമ്പോൾ കൂട്ടത്തിൽ ചീസും കഴിക്കാൻ കിട്ടും. ഓക്കെ, ഇത് മതി. തീ ഓഫ് ചെയ്യാം. സ്ക്രാമ്പിൾ ഇസ് റെഡി. അപ്പോൾ കല്ല് ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 15 to 20 മിനിറ്റ്സ് ഐഡിയൽ. റാഗിയുടെ പൗഡർ ഇങ്ങനെ വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ, അതായാലും മതി. മോരിൽ തന്നെ കലക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി ഒഴിച്ചു തുടങ്ങാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം നല്ലെണ്ണയാണ്. നല്ലെണ്ണ എന്ന് പറയുമ്പോൾ എള്ളിൻ്റെ എണ്ണയാണ്, വളരെ ഹെൽത്തിയാണ്. അല്ലെങ്കിൽ നെയ്യും ഹെൽത്തി ഫാറ്റായിട്ട് നമുക്ക് കൂട്ടാം. അത്യാവശ്യം എണ്ണ, പലതരം എണ്ണ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നെയ്യ് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ നല്ലെണ്ണ. അപ്പോൾ ഇത് ഊത്തപ്പം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഉള്ളി, പച്ചമുളക്, ടൊമാറ്റോ എല്ലാം ചേർത്തും ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ദോശയാണ് ഈ ഒരു റാഗി ദോശ. ഇത് കണ്ടോ, ഒരു ചോക്ലേറ്റ് ദോശ പോലെ ഇരിക്കുന്നില്ലേ നമ്മുടെ റാഗി ദോശ. ഒരു സൈഡ് ആയിക്കഴിഞ്ഞു. ഇനി അത്യാവശ്യം നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് മാത്രമേ തിരിച്ചിടാവുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, മാവ് കലക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഒരു 20-25 മിനിറ്റ് മുന്നേ കലക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഒന്നുകൂടി ഒരു 30 മിനിറ്റെങ്കിലും നേരത്തെ കലക്കി വെച്ചാൽ മാവ് കുറച്ചുകൂടി ഒന്ന് സെറ്റായി വരും. അപ്പോൾ ആ സൈഡും കൂടി ഒന്നായി കഴിഞ്ഞാൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലെണ്ണയിലാണ് ഇത് ചുട്ടെടുത്തിരിക്കുന്നത്. ഇതിന് പോലെ നെയ്യിൽ വേണമെങ്കിലും ആകാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, റാഗി ദോശയും റെഡി. നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ചീസും റെഡി. ചീസ് ഗ്രേറ്റ് ചെയ്തും ഇടാം, ഇതുപോലെ ക്യൂബ്സായിട്ടും ഇടാം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടും. എനിക്കിങ്ങനെ ക്യൂബ്സ് കിടക്കുന്ന ഇഷ്ടമാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഡിന്നർ. പക്ഷേ വളരെ പോഷകപ്രദമായ ഡിന്നറാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് മീൽ ഓഫ് ദ ഡേ. ഇത് 8:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഉച്ചയ്ക്ക് 12:30 തുടങ്ങുന്ന എൻ്റെ ഫുഡ് ഇൻടേക്ക് രാത്രി 8:30 ഞാൻ ക്ലോസ് ചെയ്യുന്നു. പിറ്റേ ദിവസം 12:30 പിന്നെ കഴിക്കുള്ളൂ. ഇടയ്ക്ക് വെള്ളം കുടിക്കാം, എന്ത് വേണമെങ്കിലും, എത്ര വെള്ളം വേണമെങ്കിലും കുടിക്കാം. ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചാൽ ഏറ്റവും നല്ല ഐഡിയലാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡയറ്റ് പ്ലാനിലെ ഒരു സെക്കൻഡ് മെനു എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓർഡറാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം കഴിക്കേണ്ടത് 50% കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം, അതായത് വെജിറ്റബിൾ സാലഡ്സ്. അങ്ങനെ സെക്കൻഡ് പാർട്ട് പ്രോട്ടീൻ ആൻഡ്
ഹെൽത്തി ഫാറ്റ്. അതും കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ കാർബ് വളരെ കുറച്ച് കഴിച്ചാൽ മതി, ഒരു 10% 20 മാക്സിമം. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച്, ഞാനിപ്പോൾ ഒരു പാറ്റേൺ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ എത്ര ക്വാണ്ടിറ്റി കഴിക്കണം, എന്തൊക്കെ കഴിക്കണം, ആ ഒരു പാറ്റേണൊക്കെ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. അപ്പോൾ നാടൻ പച്ചക്കറികൾ തന്നെ ധാരാളം ഉണ്ടല്ലോ നമുക്ക് ചുറ്റും, അതൊക്കെ കഴിക്കാം. ഫ്രൂട്ട്സും അതുപോലെ ഒരുപാടില്ല. ഇപ്പോൾ റാഗി ദോശയ്ക്ക് ഒരു ഗോതമ്പ് പുട്ടിൻ്റെ ചെറിയൊരു പീസാകാം, ചപ്പാത്തി ആകാം, പിന്നെ അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയോ ഉപ്പുമാവോ അങ്ങനത്തെ എന്തെങ്കിലും ആകാം. എന്താണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇതാണ് ഡയറ്റ് മെനു 2. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഡയറ്റ് പ്ലാനിൻ്റെ ഒരു ഡീറ്റെയിൽഡ് മെനു ആണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ കഴിച്ച് കാണിക്കാത്തത് എന്താ വെച്ചാൽ ആ ഒരു ടൈം സ്പാനിലാണല്ലോ ഞാൻ കഴിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് വെച്ചതാണ്. ടൈം വെച്ചിട്ടല്ല, ഇതെല്ലാം ഇങ്ങനെ അടുക്കി ഒന്നിച്ച് കാണിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ആരോഗ്യം അനുസരിച്ച്, നിങ്ങളുടെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ടൊക്കെ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ കഴിക്കുക. എന്തെങ്കിലും മരുന്നൊക്കെ നേരത്തെ കഴിക്കാനുള്ളവർക്ക് അത് ഇതിൽ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങായിട്ട് ബന്ധപ്പെടുത്തേണ്ട, മെഡിസിൻസൊക്കെ കഴിക്കാം. അതൊന്നും പ്രശ്നമില്ല. നിങ്ങളുടെ ഫാസ്റ്റിംഗ് ടൈം ആണെങ്കിലും മെഡിസിൻസ് കഴിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് വെയിറ്റ് ലോസ്, ഒരു ഹെൽത്തി വേ ഓഫ് വെയിറ്റ് ലോസ് ഞാൻ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 1 മാസത്തോളം ആകുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4 weeks ആയി എന്ന് പറയാം. എന്താ പറയുക, അതിലൊരു 3-3.5 ആഴ്ച. ഈ ഒരു രീതിയിൽ തന്നെ പോകണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക, നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് തരിക. വളരെ സന്തോഷമാണ് നിങ്ങളുടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ആൻഡ് അഫെക്ഷൻ. എനിക്ക് പറയാൻ വാക്കുകളില്ല. ലവ് യു ഓൾ.